നമസ്കാരം. പണം ജീവിതത്തിൽ ആഗ്രഹിക്കാത്തവരായി ആരും ഉണ്ടാകുന്നതല്ല. ജീവിതത്തിൽ പലപ്പോഴും പണം നഷ്ടമാകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അത് ചിലവുമായി ബന്ധപ്പെട്ടാകും. ആ സമയങ്ങളിൽ വരുമാനം ഇല്ലാത്തതായ അവസ്ഥ, അതായത് ചെലവിന് അനുസൃതമായ വരുമാനം ഇല്ലാത്തതായ അവസ്ഥ പല വ്യക്തികളും ജീവിതത്തിൽ അനുഭവിക്കുന്നതാണ്. ഇതിനാൽ തന്നെ പലർക്കും രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ വളരെയധികം പ്രയാസപ്പെടുന്നു എന്നതും വാസ്തവമാണ്. ഈ കഷ്ടതകളെല്ലാം ജീവിതത്തിൽ നിന്നും അകലുവാനും ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരണം എന്നും ആഗ്രഹിക്കുന്നവരാണ് പലരും. എന്നാൽ പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യം പലർക്കുമുണ്ട്. കാരണം അനാവശ്യമായ ചെലവുകൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. എന്നാൽ വാസ്തുപ്രകാരം നോക്കുമ്പോൾ ഉത്തമമായ ചില സസ്യങ്ങളുണ്ട്. ഇവ വീടുകളിലുണ്ട് എങ്കിൽ കഴിവതും നിങ്ങൾ പുറത്ത് പറയാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത്തരം സസ്യങ്ങൾ വീടുകളിലുണ്ട് എങ്കിൽ ആ വീടുകളിൽ പോസിറ്റീവായ ഊർജം വർദ്ധിക്കുകയും അത് ധനപരമായ നേട്ടങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. ഏതെല്ലാമാണ് ആ സസ്യങ്ങൾ എന്നും ഈ സസ്യങ്ങൾ വീടുകളിൽ വളർത്തിയാൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ കുബേരദേവനെ വന്ദിക്കുക. ഓം കുബേരായ നമഃ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. മണിപ്ലാന്റ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ധനവുമായി അല്ലെങ്കിൽ പണവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതായ ഒരു സസ്യം തന്നെയാണ് മണിപ്ലാന്റ്. എന്നാൽ ഒരു വീട്ടിലേക്ക് ഏറ്റവും അനിവാര്യമായ പോസിറ്റീവായ ഊർജത്തെ വർദ്ധിപ്പിക്കുവാൻ, നാൾക്കുനാൾ വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ ഒരു സസ്യമാണ് മണിപ്ലാന്റ്. പലർക്കും ഇഷ്ടമുള്ള സസ്യം കൂടിയാണ് ഇവ. കാരണം ഭംഗിയുള്ള ഈ സസ്യം വീടുകളിലുണ്ട് എങ്കിൽ ആ വീടുകളിൽ സമാധാനം വന്നു ചേരാം. കാരണം പല രീതിയിലും വന്നു ചേരുന്ന നെഗറ്റീവായ ഊർജത്തെ ഒഴിവാക്കുവാൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ ഈ സസ്യം ശരിയായ രീതിയിൽ പരിപാലിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ആ ഫലം ജീവിതത്തിൽ ലഭിക്കണം എന്നില്ല. ഇതിനെ പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുന്നത് ദിശകൾ തന്നെയാണ്. ശരിയായ ദിശയിൽ വളർത്തിയില്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം ജീവിതത്തിൽ ലഭിക്കുന്നതല്ല. ആ ദിശകളെക്കുറിച്ച് മനസ്സിലാക്കാം. തെക്ക് കിഴക്ക് ദിശ ഏറ്റവും ഉത്തമമായ ഒരു ദിശയാണ്. കാരണം ഈ ദിശയ്ക്ക് സാക്ഷാൽ ഗണേശപ്രീതിയുണ്ട് എന്നാണ് പറയുക. അതിനാൽ തന്നെ ഈ ദിശയിൽ നിങ്ങൾ മണിപ്ലാന്റ് വളർത്തുകയാണ് എങ്കിൽ അത് ആ വീടുകൾക്ക് ഉയർച്ച വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുവാനും സാമ്പത്തികമായ കാര്യങ്ങൾ അനുകൂലമാകുവാനും സഹായകരമായി തീരും. സമ്പൽ സമൃദ്ധിയെ ജീവിതത്തിലേക്ക് ആകർഷിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ശുഭകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടി വരുന്നതുമാണ്. അതിനാൽ ഏറ്റവും ഉത്തമമാണ് ഈ ദിശ. ഈശാനമൂല എന്നറിയപ്പെടുന്നതായ ഈ ദിശയിൽ ഈശ്വരാധീനം വളരെയധികം അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന ഒരു ദിശ കൂടിയാണ്. അതിനാൽ ഇവിടെ മണിപ്ലാന്റ് വളർത്തുന്നത് ഏറ്റവും വിശേഷമാണ്. പ്രധാന വാതിലിന്റെ ഇരുവശത്തും മണിപ്ലാന്റ് വളർത്തുകയാണ് എങ്കിൽ പോസിറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിനും സൗഭാഗ്യങ്ങൾ ഇരട്ടിക്കുന്നതിനും അത് സഹായകരമായി തീരും. ധനപരമായ നേട്ടങ്ങളിലേക്ക് അത് നയിക്കുകയും ചെയ്യും. എന്നാൽ എപ്പോഴും മണിപ്ലാന്റ് മുകളിലേക്കാണ് വളരേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. നിങ്ങളുടെ വീടുകളിൽ താഴേക്കാണ് വളരുന്നത് എങ്കിൽ അത് ദോഷകരമാണ്. വീടുകളിൽ വന്നു ചേരാൻ പോകുന്ന പല വിധത്തിലുള്ള നെഗറ്റീവായ ഊർജങ്ങളുടെ അല്ലെങ്കിൽ നഷ്ടങ്ങളുടെ, സാമ്പത്തിക പ്രയാസങ്ങളുടെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. അതിനാൽ തന്നെ മുകളിലേക്ക് വളർത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഭാഗ്യം, ഉയർച്ച തുടങ്ങിയ കാര്യങ്ങളാണ് മുകളിലേക്ക് വളരുന്നതിലൂടെ ആ വീടുകളിൽ വന്നു ചേരുക. അതിനാൽ ദിശയ്ക്ക് പ്രാധാന്യം നൽകി ഈ പരാമർശിച്ചിരിക്കുന്ന രീതിയിൽ തന്നെ വളർത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊരു സസ്യമാണ് ബാംബു. മറ്റൊന്ന് മുളയാണ്. മുള നിങ്ങൾ വീടുകളിൽ വളർത്തുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും. പ്രധാനമായും പണവുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ പല വിധത്തിലും വ്യത്യാസങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമായി തീരാം.
പോസിറ്റീവായ മാറ്റം ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും ഉത്തമം തന്നെയാണ് ഈ സസ്യം. ഇവ വീടുകളിൽ തീർച്ചയായും വളർത്തേണ്ടതായ ഒരു സസ്യം തന്നെയാകുന്നു. മറ്റൊന്ന് ബാംബു അഥവാ മുളയാണ്. പണവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതായ ഒരു ചെടിയാണ്. കാരണം ഒരു വ്യക്തിയിൽ, ഒരു പറമ്പിൽ അഥവാ വീട്ടിൽ പോസിറ്റീവായ കാര്യങ്ങൾ, പോസിറ്റീവായ ഊർജം ആകർഷിക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് മുള. അതിനാൽ തന്നെ ഇവ വീടുകളിൽ വളർത്തേണ്ടതായ ചെടിയാകുന്നു. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ദൃഷ്ടിദോഷം ഒഴിവാക്കുവാൻ സാധിക്കും. കൂടാതെ വാക്കുദോഷം, വിളിദോഷം പോലുള്ള കാര്യങ്ങൾ, ദോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ നടേണ്ടതായ ദിശയ്ക്ക് പ്രാധാന്യമുണ്ട്. ശരിയായ ദിശയിൽ നട്ടില്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം എന്തോ അത് ലഭിക്കുന്നതുമല്ല. കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്ക് എന്നീ ദിശകളിൽ വളർത്തുകയാണ് എങ്കിൽ അത് ആ വീടുകൾക്ക് സൗഭാഗ്യവും ഐശ്വര്യവുമായി മാറും. അതിനാൽ ആ കാര്യം ശ്രദ്ധിക്കണം. ഉയർച്ച, സാമ്പത്തികപരമായ നേട്ടങ്ങൾ ആ വീടുകളിലേക്ക് കടന്ന് വരികയും ചെയ്യും. അതിനാൽ തന്നെ ശരിയായ ദിശയിൽ ഒരു ചെടിയാണ് എങ്കിലും നിങ്ങൾ പ്രത്യേകം വളർത്തുവാൻ ശ്രദ്ധിക്കണം. മുല്ലയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ലക്ഷ്മി നാരായണ പ്രീതിയുള്ള ഒരു സസ്യമാണ് മുല്ല. അതിനാൽ തന്നെ മുല്ലയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. വീടിനുള്ളിൽ വളർത്തുവാൻ സാധിക്കുന്ന സസ്യം എന്ന പ്രത്യേകത മുല്ലയ്ക്കുണ്ട്. പണത്തെ ആകർഷിക്കുന്നതായ ഒരു സസ്യവുമാണ്. അതിനാൽ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ വളർത്തുകയാണ് എങ്കിൽ അത് ആ വീടുകൾക്ക് സൗഭാഗ്യവും ഐശ്വര്യങ്ങളും ഇരട്ടിയായി നൽകുകയും ചെയ്യും. സ്നേഹം ആ വീടുകളിൽ വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും. ഐക്യം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. എത്ര തന്നെ പ്രശ്നങ്ങൾ അത് ദാമ്പത്യ ജീവിതത്തിലോ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് തർക്കങ്ങൾ, അസ്വാരസ്യങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത്തരത്തിൽ കാര്യങ്ങളെ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. നിത്യവും അതിനാൽ പരിപാലിക്കേണ്ടതും അനിവാര്യമാണ്. ജലം ഒഴിക്കേണ്ടത് അനിവാര്യമാകുന്നു. അതിനാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ ലക്ഷ്മി നാരായണ കടാക്ഷം നിങ്ങളുടെ വീടുകളിൽ, ഭവനങ്ങളിൽ വർദ്ധിക്കുക തന്നെ ചെയ്യും. മറ്റൊന്ന് തുളസിയാണ്. തുളസിയുടെ പ്രാധാന്യം ഏവർക്കും അറിയാം. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള ഒരു സസ്യമാണ് തുളസി. അതിനാൽ തന്നെ വീട്ടിൻ്റെ കിഴക്ക്, വടക്ക് കിഴക്ക്, കിഴക്ക് എന്നീ ഭാഗങ്ങളിൽ വളർത്തുകയാണ് എങ്കിൽ അത് വളരെയധികം സൗഭാഗ്യങ്ങൾ നൽകും. ഈ ദിശയിലുണ്ട് എങ്കിൽ മറ്റ് ദിശകളിലും വളർത്തുന്നതിൽ തെറ്റില്ല. അതിനാൽ ആ കാര്യവും ഓർക്കുക. ഈ ചെടിയിൽ അഥവാ ഈ സസ്യത്തിൽ തട്ടി വരുന്നതായ കാറ്റ് വീട്ടിൽ പ്രവേശിക്കുകയാണ് എങ്കിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെ കടന്ന് വരികയും ചെയ്യും. ഐശ്വര്യം, ധനപരമായ തടസ്സങ്ങൾ അകന്ന് ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനും അത് സഹായകരമായി തീരും. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ തുളസി വീടുകളിൽ ഈ ദിശയിൽ വളർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കറ്റാർ വാഴ. കറ്റാർ വാഴയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. വീട്ടിലേക്ക് പോസിറ്റീവായ ഊർജത്തെ കൊണ്ടുവരുവാനും നെഗറ്റീവായ ഊർജങ്ങളെ ഒഴിവാക്കുവാനും സഹായകരമാണ് കറ്റാർ വാഴ. എന്നാൽ കറ്റാർ വാഴ വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക്, അതായത് ഈശാന മൂലയിൽ വളർത്തുന്നത് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകും. കൂടാതെ പ്രധാന വാതിൽ വരുന്ന ദിശകൾ അവിടെ വളർത്തുന്നതും ഉത്തമമാണ്. നെഗറ്റീവായ ഊർജങ്ങളെ ഒഴിവാക്കുവാനും പോസിറ്റീവായ ഊർജത്തെ നാൾക്കുനാൾ വീടുകളിലേക്ക് വർദ്ധിപ്പിക്കുവാനും കറ്റാർ വാഴയ്ക്ക് സാധിക്കുന്നതാണ്. ഉയർച്ച, ലക്ഷ്യം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ലക്ഷ്യത്തിലെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമായി തീരും. മറ്റൊന്ന് ആര്യവേപ്പാണ്. ദേവി കടാക്ഷമുള്ള സസ്യമാണ് ആര്യവേപ്പ്. അതിനാൽ തന്നെ ആര്യവേപ്പ് വീടുകളിൽ വളർത്തുന്നത് ഉത്തമമാണ്. വടക്ക് കിഴക്ക്, വടക്ക് കിഴക്ക് എന്നീ ദിശകളിൽ വളർത്തുകയാണ് എങ്കിൽ ഉത്തമമായ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. നെഗറ്റീവായ ഊർജങ്ങളെ ഒഴിവാക്കുവാൻ സാധിക്കും. രോഗദുരിതങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. ആരോഗ്യപരമായ ഉയർച്ച ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ധനപരമായ നേട്ടങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. അതിനാൽ ഏറ്റവും ഉത്തമമായ സസ്യമായി തന്നെ ആര്യവേപ്പിനെ പരാമർശിക്കുവാൻ സാധിക്കും. വീടുകളിലേക്ക് ധനപരമായ ഉയർച്ച കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു സസ്യം തന്നെയാകുന്നു. മറ്റൊന്ന് ലക്കി ബാമ്പു ആണ്. ലക്കി ബാമ്പു വീടുകളിൽ വളർത്തുന്നത് ശുഭകരമാണ് എന്ന് ഏവർക്കും അറിയാം. ലക്കി ബാമ്പു വളർത്തുമ്പോൾ കിഴക്ക് അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ദിശയിൽ വളർത്തുന്നത് ഏറ്റവും ശുഭകരമാണ്.
പോസിറ്റീവായ ഊർജം വീടുകളിലേക്ക് കൊണ്ടുവരുവാൻ സഹായകരമാണ് ലക്കി ബാംബു വീടുകളിൽ വളർത്തുന്നത്. പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കുവാൻ സഹായകരം കൂടിയാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. മനസ്സമാധാനം വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികപരമായ ഉയർച്ച ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും സഹായകരമാണ് ഈ സസ്യം. ഇവ നട്ടു വളർത്തുന്നതിലൂടെ പ്രകടമായ മാറ്റങ്ങൾ തന്നെ, പ്രതീക്ഷിക്കാത്ത ഉയർച്ച തന്നെ ആ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിനാൽ തീർച്ചയായും ഈ സസ്യവും നിങ്ങൾക്ക് വീടുകളിൽ വളർത്തുകയാണ് എങ്കിൽ സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്ന കാര്യം ഓർക്കുക.